ആലപ്പുഴയിൽ യുവതിയെ ഹൈബ്രിഡ് കഞ്ചാവുമായി പിടികൂടിയ കേസിൽ ഷൈൻ ടോം ചാക്കോയ്ക്കും ശ്രീനാഥ് ഭാസിക്കും ലഹരി കൈമാറിയെന്ന യുവതിയുടെ മൊഴി. തസ്ലീന സുൽത്താനയാണ് എക്സൈസിന് മൊഴി നൽകിയത്. ഇരുവരുമായുള്ള ബന്ധത്തിന് ഡിജിറ്റൽ തെളിവുകളും എക്സൈസിന് ലഭിച്ചു. ശരണ്യ സ്നേഹജൻ ചേരുന്നു. ശരണ്യ, സിനിമയുമായുള്ള ബന്ധം, പലതരത്തിലുള്ള റാക്കറ്റുകൾ, ഇതിൽ വളരെ നിർണായകമായിട്ടുള്ള ഒരു വെളിപ്പെടുത്തലാണ് വന്നിരിക്കുന്നത്. ഈ പറഞ്ഞത് സ്ഥിരീകരിക്കുന്ന തെളിവുകളാണോ എക്സൈസിന്റെ കയ്യിലുള്ളതും? തീർച്ചയായിട്ടും എക്സൈസിന്റെ ഉന്നത ഉദ്യോഗസ്ഥർ തന്നെയാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുള്ളത്. അപർണ, ഈ കേസുമായി ബന്ധപ്പെട്ട്, അതായത് ഇന്നലെ ആലപ്പുഴ ഓമനപ്പുഴയിൽ നിന്നും ഇന്നലെ രാത്രി 2 കോടി രൂപയോളം വില വരുന്ന ഹൈബ്രിഡ് കഞ്ചാവ് പിടിച്ച കേസിലാണ് ഇപ്പോൾ സിനിമാ മേഖലയിലെ ഉന്നതർക്ക് ബന്ധമുണ്ടെന്നുള്ള മൊഴി തസ്ലീമ സുൽത്താന നൽകിയിരിക്കുന്നത്. ഇവര് ശ്രീനാഥ് ഭാസി, ഷൈൻ ടോം ചാക്കോ അടക്കമുള്ള യുവ അഭിനേതാക്കൾക്ക് ഇത്തരത്തിൽ കഞ്ചാവ് കൈമാറിയിട്ടുണ്ട് എന്നുള്ള വിവരം ഇവർ പോലീസിന് എക്സൈസിന് മൊഴിയായി നൽകിയിട്ടുണ്ട്. ഒപ്പം ഇവരുമായി സഞ്ചരിച്ചിട്ടുള്ളത് അടക്കമുള്ള കാര്യങ്ങൾ അവർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അക്കാര്യങ്ങൾ കൂടുതൽ പരിശോധന നടന്നു വരികയാണ് എന്നുള്ളതാണ് ഇപ്പോൾ എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർ ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞിട്ടുള്ളത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് എറണാകുളം കേന്ദ്രീകരിച്ചും അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ടെന്നാണ് എക്സൈസ് നാർക്കോട്ടിക് സെല്ല് വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട കഞ്ചാവ്, അത് സാധാരണ കഞ്ചാവല്ല, 2 കോടി രൂപയാണ്. അതിന് 3 കിലോ കഞ്ചാവിന് 2 കോടി രൂപയാണ് വിപണിയിൽ മൂല്യമുള്ളത്. ഒരു ഗ്രാമിന് ഏകദേശം 10,000 രൂപയേക്കാൾ വില വീഴുന്നു എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അത്തരത്തിൽ സാധാരണ ലഹരിയേക്കാൾ MDMA-യേക്കാൾ ഒക്കെ 20 മടങ്ങ് വീര്യമുള്ള ലഹരിയുള്ള കഞ്ചാവാണ് ഇവർ വിൽപ്പനയ്ക്കായി കൊണ്ടുവന്നത്. വിദേശ ബന്ധങ്ങൾ ഉൾപ്പെടെ എക്സൈസ് സ്ഥിരീകരിക്കുന്നുണ്ട്. ഇന്ത്യയിൽ ഇത്തരം ഹൈബ്രിഡ് കഞ്ചാവിന്റെ ഉൽപാദനമില്ല. അതുകൊണ്ട് തന്നെ അത് വിദേശത്തു നിന്ന് കൊണ്ടുവന്നിട്ടുള്ളതാണ്. തായ്ലൻഡോ മലേഷ്യ അടക്കമുള്ള ഇടങ്ങളിൽ ഇവർക്ക് ബന്ധമുണ്ടെന്നുള്ളതാണ്. ബാംഗ്ലൂർ ആദ്യം എത്തിച്ചു. ബാംഗ്ലൂർ എത്തിച്ചതിന് ശേഷം ക്രിസ്റ്റീന തസ്ലീമ സുൽത്താന, ഇവിടെ അറിയപ്പെടുന്നത്, എറണാകുളത്ത് അറിയപ്പെടുന്നത് ക്രിസ്റ്റീന എന്നുള്ളതാണ്. ചെന്നൈ ബേസ്ഡ് ആയിട്ടുള്ളവരാണ് ഇവര്. ചെന്നൈയിലും സിനിമാ ബന്ധങ്ങളുണ്ട്. ഒപ്പം തന്നെ എറണാകുളത്ത് ഇവർക്ക് വ്യാപകമായ ബന്ധങ്ങളുണ്ട് എന്നുള്ളത് എക്സൈസ് സ്ഥിരീകരിക്കുന്നു. ഇവർ എറണാകുളത്ത് വിതരണം ചെയ്തതിന്റെ ബാക്കിയുള്ള 3 കിലോയാണ് ആലപ്പുഴയിലേക്ക് കൊണ്ടുവന്നത്. സെക്സ് റാക്കറ്റുമായി ബന്ധമുള്ള ആളാണ്. ഇതിനു മുമ്പ് ക്രിസ്റ്റീന റെസിഡൻസി എന്ന പേരിൽ ഇവർ എറണാകുളത്ത് ഒരു സ്ഥാപനം നടത്തിയിരുന്നു. അവിടെ ഫോട്ടോഷൂട്ടിനെത്തിയ, സിനിമാ മേഖലയിലേക്ക് ഫോട്ടോഷൂട്ടിനെത്തിയ പെൺകുട്ടിയെ ലഹരി നൽകി മയക്കിയ ശേഷം പീഡിപ്പിച്ച കേസിൽ ഇവർ പ്രതിയാണ്. അത്തരത്തിൽ ആ കേസിൽ 4ാം പ്രതിയാണ് ഇവർ. അത്തരത്തിൽ സെക്സ് റാക്കറ്റുമായി വലിയ ബന്ധമുള്ള ആളാണ് ഈ തസ്ലീമ എന്നുള്ളതാണ്. തസ്ലീമയുടെ സഹായിയായാണ് ഫിറോസ്, ആലപ്പുഴ മണ്ണഞ്ചേരി സ്വദേശിയായ ഫിറോസിനെ കൂടെ കൂട്ടിയത്. ഫിറോസും ഈ കേസിൽ പ്രതി ചേർക്കപ്പെട്ടിട്ടുണ്ട്. ഫിറോസിനും ഈ ലഹരി വിൽപ്പനയുമായി ബന്ധമുണ്ട് എന്നുള്ളതാണ് എക്സൈസ് പറയുന്നത്. മാത്രമല്ല, ഈ കേസിൽ വലിയ കണ്ണികൾ ഇനിയും ഉൾപ്പെടാനുണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് സിനിമാ മേഖല കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം വ്യാപകമാക്കി എന്നാണ് എക്സൈസ് സ്ഥിരീകരിക്കുന്നത്. എറണാകുളത്ത് സിനിമാ മേഖലകൾ കേന്ദ്രീകരിച്ചാണ് ഏറ്റവും കൂടുതൽ വിൽപ്പന നടന്നിട്ടുള്ളത്. കോഴിക്കോടും ഇത് കൊടുത്തിട്ടുണ്ട് എന്നുള്ള ഒരു സ്ഥിരീകരണത്തിലേക്ക് വന്നു. ഇന്നലെ രാത്രി ഇവരെ പിടിക്കുന്ന ഘട്ടം മുതൽ തന്നെ ന്യൂസ് 18 വാർത്താ സംഘം ഇവർക്കൊപ്പം ഉണ്ടായിരുന്നു. യാതൊരുവിധ ഭാവഭേദവും ഇല്ലാതെയാണ് ഈ ക്രിസ്റ്റീന കാര്യങ്ങൾ വിവരിക്കുന്നത്. ഒപ്പം ഇവർ എല്ലാ വിധത്തിലുള്ള ലഹരി വസ്തുക്കളും ഉപയോഗിക്കുന്ന ആളാണ് എന്ന് എക്സൈസിനോട് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. സംശയം തോന്നാതിരിക്കാൻ 2 കുട്ടികളെ, അതായത് ഇവരുടെ 2 ചെറിയ കുട്ടികളെ കൂടി, മൈനറായ കുട്ടികളെ കൂടി ഉൾപ്പെടുത്തിയാണ് ഇവർ സഞ്ചരിച്ചിരുന്നത്. കുട്ടികളെ എന്തായാലും സുരക്ഷിത സ്ഥാനത്തേക്ക് എക്സൈസ് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ചെന്നൈ, എറണാകുളം, ഒപ്പം തന്നെ കണ്ണൂർ, ഇവർ ജനിച്ചു വളർന്നൊക്കെ കണ്ണൂരാണ്. പിന്നീട് ചെന്നൈയിലേക്ക് പോകുന്നു. ഈ റാക്കറ്റുമായി ബന്ധപ്പെട്ട് എറണാകുളത്തേക്ക് എത്തുന്നു എന്നുള്ളതാണ്. ഇവരുടെ ഈ മേഖലകൾ, കോഴിക്കോട് അടക്കമുള്ള ഇടങ്ങളിൽ ഇവർ ഇത് കൈമാറിയിട്ടുണ്ട്. വേറെ ആളുകൾക്ക് ഇത് കൊടുക്കാനായി കൈമാറിയിട്ടുണ്ട് എന്നുള്ള വിവരവും ഒക്കെ ഇവർ എക്സൈസിന് കൈമാറിയിട്ടുണ്ട്. അത്തരത്തിൽ വലിയ ഒരു ക്യാച്ചാണ് എക്സൈസ് നാർക്കോട്ടിക്സ് സെൽ CI മഹേഷ് നേതൃത്വത്തിലുള്ള സംഘം ഇന്നലെ ആലപ്പുഴയിൽ നടത്തിയത്. നമുക്കറിയാം, ഈ ഹൈബ്രിഡ് കഞ്ചാവ് എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ഇവിടെ ലഭ്യമായ ഒന്നല്ല. പ്രത്യേക ഊഷ്മാവിൽ AC റൂമുകളിൽ കൃത്രിമമായി വളർത്തിയെടുക്കുന്ന ചെടികളാണ്. ഇതിന് നൽകുന്ന 2 ഇനം കഞ്ചാവ്, സാധാരണഗതിയിലുള്ള 2 ഇനം കഞ്ചാവുകളെ കൂട്ടി ഹൈബ്രിഡ് ആക്കിയാണ് ഇത്തരം തൈകൾ ഉൽപ്പാദിപ്പിക്കുന്നത്. ഇത് തായ്ലാന്റ്, മലേഷ്യ അടക്കമുള്ള ഇടങ്ങളിൽ മെഡിസിൻ ഉപയോഗത്തിന് ഉപയോഗിക്കുന്നു. ഇതിന്റെ വീര്യം സാധാരണ കഞ്ചാവിനേക്കാൾ 20 മടങ്ങ് കൂടുതലാണ് എന്നുള്ളതാണ്. ഒപ്പം ഇന്ത്യയിൽ ഇത് നിയമം മൂലം നിരോധിച്ചിട്ടുണ്ട്. പക്ഷേ ഈ കേസുകളിൽ ഉണ്ടാകുന്ന ഒരു ലൂപ്പ് ഹോൾ എന്ന് പറയുന്നത്
സാധാരണ കഞ്ചാവ് പിടിച്ചാൽ ഉണ്ടാകുന്ന കേസ് മാത്രമേ ഇപ്പോഴും ഈ ഹൈബ്രിഡ് ഇനത്തിലും ഉണ്ടാകുന്നുള്ളൂ എന്നുള്ളതാണ്. പക്ഷേ MDMAയേക്കാൾ മാരകമായ ലഹരി നൽകുന്ന അതിനേക്കാൾ വിലയുള്ള ലഹരി വസ്തുവാണ് ഈ കഞ്ചാവ്. ഒപ്പം തന്നെ ഇത് ഉപയോഗിക്കുന്നവർക്ക് ഒരു ഡോസിൽ വ്യത്യാസം വന്നാൽ മരണം വരെ സംഭവിക്കാവുന്ന അപകടകാരിയായ ലഹരി വസ്തു എന്നുള്ള പ്രത്യേകതയും ഇതിനുണ്ട്. അത്തരത്തിൽ വളരെ വീര്യം കൂടിയ കഞ്ചാവാണ്. സാധാരണഗതിയിൽ ഇത് എയർപോർട്ടിന്റെ അറൈവൽ സമയത്ത് അത്തരത്തിൽ കസ്റ്റംസ് ആണ് സാധാരണ പിടികൂടാറുള്ളത്. ഇത്തരത്തിൽ നാട്ടുമ്പുറങ്ങളിലോ അല്ലെങ്കിൽ മറ്റു ഇടങ്ങളിലോ വിൽപ്പന നടത്തി പിടികൂടുന്ന സാഹചര്യം വളരെ കുറവാണ്. വളരെ കാലത്തിന് ശേഷമാണ് ഇത്തരത്തിൽ ഒരു വലിയ ക്യാച്ച്, അതായത് 2 കോടി രൂപ വിലമതിക്കുന്ന ഒരു ഉൽപ്പന്നം കഞ്ചാവ് അവർക്ക് കിട്ടുന്നത്. ഇവര് ഓമനപ്പുഴയിലെ മാരാരി ഗാർഡൻ എന്നുള്ള ഒരു റിസോർട്ടിലാണ് എത്തിയത്. രാവിലെ എക്സൈസ് നടത്തിയ ചില പരിശോധനകളുടെ ഭാഗമായി 2-3 ആളുകൾ കിട്ടിയിരുന്നു. അവരിൽ നിന്നുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരുക്കിയ കെണിയിലേക്ക് ക്രിസ്റ്റീനയും ഒപ്പം തന്നെ ഈ ഫിറോസും വന്ന് വീഴുകയായിരുന്നു. ആ റിസോർട്ടിനുള്ളിലേക്ക് പ്രവേശിച്ച ശേഷമാണ് ഇന്നലെ രാത്രി 10:30 മണിയോടുകൂടി ഇവര് എക്സൈസ് വളഞ്ഞത്. അതിനുശേഷം ഇവരുടെ ബാഗിൽ നിന്നായിരുന്നു ഇത് കണ്ടെത്തിയത്. ഇന്നലെ തന്നെ അത്തരത്തിൽ ഓരോ ഘട്ടത്തിലും ചോദ്യം ചെയ്യുന്ന ഓരോ ഘട്ടത്തിലും യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെയാണ് ഇവർ ഓരോ കാര്യങ്ങൾ വിവരിച്ചിരുന്നത്. താൻ പീഡനക്കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വിവരം ഉൾപ്പെടെ അവർ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ എക്സൈസിനോട് തുറന്നു പറയുന്നുണ്ടായിരുന്നു. വളരെ കോൺഫിഡൻസോടെ, അതായത് വലിയ കണ്ണികൾ ഇതിന്റെ പിന്നിലുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. ക്രിസ്റ്റീന അത്തരത്തിൽ വളരെ കോൺഫിഡൻസോടെയാണ് ഉദ്യോഗസ്ഥരുടെ മുമ്പിൽ നിന്ന് ഓരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനിയും കാര്യങ്ങൾ അറിയാനുണ്ട് എന്നതാണ് ഏതായാലും വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് വരുന്നത്. സിനിമാ ബന്ധം കൂടി ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് വേട്ടയുമായി ബന്ധപ്പെട്ട് വരുന്നു. ശ്രീനാഥ് ഭാസിക്കും ഷൈൻ ടോം ചാക്കോയ്ക്കും കഞ്ചാവ് കൈമാറി എന്നുള്ള മൊഴി നൽകിയിരിക്കുന്നു. ഇതിൽ സ്ഥിരീകരിക്കുന്ന തെളിവുകൾ എക്സൈസിന് ലഭിക്കുകയും ചെയ്യുന്നു. സിനിമാ പ്രവർത്തകൻ ബൈജു കൊട്ടാരക്കര നമുക്കൊപ്പം ചേരുന്നു. വീണ്ടും ലഹരിയുടെ സ്വാധീനം, ലഹരി ബന്ധം സിനിമയിൽ ശക്തമാണ് എന്ന് വ്യക്തമാക്കുന്ന ഒരു തെളിവ് കൂടിയാണ് പുറത്തേക്ക് വന്നിരിക്കുന്നത്. ഈ ആരോപണങ്ങളൊക്കെ സിനിമാ മേഖലയിലുള്ളവർ നിഷേധിക്കുമ്പോഴും ഈ പുറത്തു വരുന്ന തെളിവുകൾ അതല്ല പറയുന്നത്. ഏറ്റവും പുതിയ വാർത്തയാണ് പുറത്തു വരുന്നത് ആലപ്പുഴയിൽ നിന്ന്. എങ്ങനെ പ്രതികരിക്കുന്നു ശ്രീ ബൈജു കൊട്ടാരക്കര? അപർണ, ഇത് കുറെ കാലങ്ങളായില്ലേ തുടങ്ങിയിട്ട്. ഈ പറയുന്ന ഷൈൻ ടോം ചാക്കോയാണെങ്കിലും ശ്രീനാഥ് ഭാസി ആണെങ്കിലും ഒക്കെ ഈ ലഹരിയുടെ ഉപയോഗമുണ്ടെന്നും അതിന്റെ വിപണനം ലൊക്കേഷനുകൾ നടക്കുന്നു എന്നൊക്കെയുള്ള വാർത്തകൾ എത്രയോ കാലങ്ങൾക്ക് മുമ്പ് വന്നു തുടങ്ങിയതാണ്. എന്തുകൊണ്ട് ഇവിടുത്തെ ഈ എക്സൈസും ഒക്കെ എവരെ ആരെയും നിരീക്ഷിക്കുന്നില്ല? സിനിമ ലൊക്കേഷനുകൾ എന്തുകൊണ്ട് കയറി പരിശോധിക്കുന്നില്ല? ഇടയ്ക്കൊരിക്കലും സിനിമ ലൊക്കേഷനിൽ കയറി പരിശോധിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഇവിടെ സിനിമാക്കാർ തന്നെയാണ് എതിർത്തത്. ഇപ്പൊ ലഹരിക്കെതിരെ കരഞ്ഞോണ്ട് കിടക്കാണ് ലോകം മുഴുവനും ആളുകൾ. അങ്ങനെ കരഞ്ഞോണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? സിനിമാക്കാരനെന്താ കൊമ്പുണ്ടോ? ഇത് ഇവരെയൊക്കെ നിലയ്ക്ക് നിർത്തേണ്ടത് ഇവിടുത്തെ ഗവൺമെന്റിന്റെ ആവശ്യമാണ്. അല്ലാതെ ആരെങ്കിലും സിനിമാക്കാരനാണെന്ന് പറഞ്ഞിട്ട് ഈ ലഹരി കൈവശം വെക്കുകയും ലഹരി ഉപയോഗിച്ചൊന്നും നടക്കുകയും ചെയ്യുന്ന ആളുകളെ ഇതേപോലെ നിസാരക്കാരായി വിട്ടുകഴിഞ്ഞാൽ ഇതല്ല ഇതിനപ്പുറവും നടക്കും. ഇത് മാത്രമൊന്നുമല്ല, ഈ ശ്രീനാഥ് ഭാസിയും അതേപോലെ ഷൈൻ ടോം ചാക്കോയും മാത്രമൊന്നുമല്ല. ഒന്ന് അന്വേഷിച്ച് നോക്കണം എന്തൊക്കെയാണ് നടക്കുന്നത് സിനിമയില്. എല്ലാവരും പറയും സിനിമയിൽ ലഹരി തീർന്നു എന്ന്. ഒന്നും തീർന്നിട്ടില്ല. ഏറ്റവും വലിയ വിപണനം നടക്കുന്ന സിനിമ ഇൻഡസ്ട്രിയിലാണ്. ഈ ലഹരിയുടെ ഈ പറയുന്ന കോഴിക്കോടോ കൊച്ചിയിലോ ഒക്കെ, കോഴിക്കോടും കൊച്ചിയിലും കണ്ണൂരും ഒക്കെ ഉള്ള ഈ സംഘങ്ങൾ അത് ഏറ്റവും കൂടുതൽ വിപണനം നടത്തുന്നത്, ബാംഗ്ലൂരിൽ വന്ന് കൊണ്ടു കൊടുക്കുന്നത് ഇതൊക്കെ ഈ സിനിമ ലൊക്കേഷനുകളാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. ഇത് അതുകൊണ്ട് എല്ലാ സിനിമാക്കാർക്കും പേര് ദോഷമാണ് ഇവര് കാരണം. ഇങ്ങനെയുള്ള ചില താന്തോന്നികൾ എന്ന് തന്നെ പറയേണ്ടി വരും. ഇങ്ങനെ ഇവരെ പോലെയുള്ള ചില ആളുകൾ മലയാള സിനിമാ രംഗത്തുള്ളത് കൊണ്ട് സിനിമയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് മുഴുവൻ പേര് ദോഷമായിട്ടിരിക്കുകയാണ്. സിനിമയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ആര് ചോദിച്ചാലും അവൻ MDMA ആണ്, അവന് മറ്റേ സ്റ്റാമ്പാണ്, മറ്റേതാണ് മറിച്ചതാണെന്നാണ് പറയുന്നത്. ഇതുപോലെ ചില ആളുകൾ കാരണം. അതുകൊണ്ട് വളരെ ശക്തമായി നിയമം ഇനിയെങ്കിലും സർക്കാർ കണ്ണടച്ചിരിക്കാതെ ലൊക്കേഷനുകളിൽ പരിശോധന വേണം. ശ്രീ ബൈജു കൊട്ടാരക്കര, ഈ പറഞ്ഞ അത് ശരിയാണ്. ലൊക്കേഷൻ ഇപ്പൊ വലിയ തരത്തിൽ ലഹരി വേട്ട നടക്കുമ്പോഴും സ്കൂൾ മുതൽ ആശുപത്രികൾ വരെയുണ്ട്. പക്ഷെ ലൊക്കേഷനുകളിൽ അത്തരത്തിൽ ഏതെങ്കിലും ഒരു പരിശോധനയുടെ വാർത്തകളൊന്നും പുറത്തു വരാത്തതിന് കാരണം വലിയ സ്വാധീനവും സമ്മർദ്ദവും എന്നാണോ പറഞ്ഞു വരുന്നത്? അതുകൊണ്ട് തന്നെയാണ് നേരത്തെ തന്നെ ഈ ലൊക്കേഷനുകളിൽ കയറി പരിശോധിക്കും എന്ന് പറഞ്ഞപ്പോൾ ഇവിടുത്തെ സിനിമാ സംഘടനകൾ, നിർമ്മാതാക്കളുടെ സംഘടനയാണെങ്കിലും ചില ടെക്നീഷ്യന്റെ സംഘടന, ഒരു സംഘടനയാണെങ്കിലും അവരൊക്കെ പറഞ്ഞത് അങ്ങനെ പരിശോധിച്ചാൽ ലൊക്കേഷനുകളിൽ അത് ശരിയാവില്ല. പോലീസുകാർ കയറി പരിശോധിച്ചാൽ, എക്സൈസുകാർ പരിശോധിച്ചാൽ ശരി. എന്തുകൊണ്ട് പരിശോധിച്ചാൽ ശരിയാവില്ല? ഇവരൊക്കെ ശരിയാകത്തില്ല എന്ന് പറയുന്ന അവർക്കൂടെ ചിലപ്പോൾ ഗുണമുണ്ടായിട്ടായിരിക്കും പറയുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും അത് സർക്കാർ അത് മുഖവിലക്കെടുക്കരുത്. എടുക്കാതെ ലൊക്കേഷനുകളിൽ പരിശോധന വളരെ ശക്തമായി നടത്തണം. അവർക്ക് സിവിൽ ഡ്രസ്സിൽ പോയി എന്തിനാ ഡ്രസ്സ് കൊണ്ടുപോയി പരിശോധിക്കുന്നു? ഐഡിയും പോക്കറ്റിലുള്ള സിവിൽ ഡ്രസ്സിൽ പോയി അവർക്ക് ലൊക്കേഷനിൽ പരിശോധിക്കാമല്ലോ. കാരവനുള്ളിൽ പരിശോധിക്കാമല്ലോ. ഒരു സിനിമയ്ക്ക് 10, 15, 20 കാരവനൊക്കെയല്ലേ വിളിച്ചിടുന്നത്.
അവർക്ക് അതിനകത്തിരുന്ന് ഉപയോഗിക്കാനും അതിനകത്ത് വിപണനം നടത്താനും ഒക്കെ ഇവർക്ക് വളരെ സൗകര്യമാണ് ഇപ്പോ. അത് കൊച്ചിയിലാണ് ഏറ്റവും കൂടുതൽ ഇതുള്ളത്. കൊച്ചിയിലും ഇടുക്കിയുടെ ചില ഭാഗങ്ങളിലും. പണ്ടൊക്കെ റാവു പാർട്ടി എന്ന് പറഞ്ഞ പാർട്ടി ഉണ്ടായിരുന്നു ഇടുക്കിയില്. മലയാള സിനിമയിലെ യുവതാരനിരയിലെ ഒട്ടുമിക്ക ആളുകളും, പേരുകൾ മാത്രം ഞാൻ പുറത്തു പറയുന്നില്ല, വെറുതെ കേസും ബുക്കാർ ഉണ്ടാക്കി വെക്കണമെന്ന് തോന്നുന്നു, അവര് ഇവിടെ വന്നിട്ട് 1-2 ദിവസം ഒരു വീടുകൾ വാടകയ്ക്ക് എടുക്കുക, അവിടെ ഈ റോവ് പാർട്ടി നടക്കും. എന്താണ് ഈ റോവ് പാർട്ടി? ഈ യുവതാരങ്ങളെല്ലാം അവിടെ ഒത്തുകൂടുന്നു, അവിടെ വന്നതിന് ശേഷം ഈ പറയുന്ന രാസലഹരി ഉപയോഗിക്കുന്നു, തോന്നിവാസങ്ങളെല്ലാം കാണിക്കുന്നു, അവിടുന്ന് പോകുന്നു. 2-3 ദിവസമാണ് അവിടെ. തലയ്ക്ക് വെളിവില്ലാതാണ് ഇവിടുന്ന് പോകുന്നത്, ലൊക്കേഷനിലേക്ക് പോകുന്നതാണ്. അത് ആൾക്കാരൊക്കെ അറിഞ്ഞപ്പോഴത്തേക്ക് അത് നിർത്തി. ഇടയ്ക്ക് വാഗമണ്ണില് ശബരിമലയിലെ മകരവിളക്ക് നടക്കുന്നതിന്റെ തലേ ദിവസം രഹിന ഫാത്തിമയെ പോലുള്ള ഒരുത്തി ഉൾപ്പെടെ അന്ന് അവിടെ 50ഓളം പേര്, ആ 50ഓളം പേര് 20ഓളം സിനിമാക്കാരായിരുന്നു. ഈ സിനിമാക്കാരവിടെ ഉടുതുണി പോലും ഇല്ലാതെ രാസലഹരി ഉപയോഗിച്ച് അവിടെ വാഗമണ്ണ് കിടന്നപ്പോ ആർക്കും പിടിക്കണ്ടായിരുന്നു. ഇവിടുത്തെ എക്സൈസുകാർക്ക് അറിയില്ലായിരുന്നു. പക്ഷെ എക്സൈസുകാർ അവിടെ ചെന്നപ്പോ സിനിമാക്കാരാണെങ്കിൽ ഓടിയല്ലോ. ഒരാളെങ്കിലും പിടിച്ചോ? ഇല്ലല്ലോ. ഈ സമൂഹത്തിൽ വിലയും നിലയും ഒക്കെ ഉണ്ടെന്ന് പറയപ്പെടുന്ന പല ആളുകളും ഉണ്ടായിരുന്നു അതിനകത്ത്. അവരെ ആരെയും അന്ന് അറസ്റ്റ് ചെയ്തിട്ടില്ല. കാരണം ചെല്ലാൻ വൈകിപ്പോയി എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന 5-6 പേരെ അന്ന് അറസ്റ്റ് ചെയ്ത് വിട്ടു. ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. പിന്നെ എങ്ങനെ ഇത് ഇല്ലാതിരിക്കും? ആൾക്കാർക്ക് സ്വാതന്ത്ര്യം ഇഷ്ടം പോലെ കൊടുത്തേക്ക്. ബൈജു കൊട്ടാരക്കരായി, ഷൈൻ ടോം ചാക്കോ, ശ്രീനാഥ് ബാസി, ഇതിനു മുൻപും ഇത്തരം കേസുകൾ അല്ലെങ്കിൽ ആരോപണങ്ങളിലൊക്കെ ഉയർന്ന് കേട്ടിരിക്കുന്ന പേരുകളാണ്. അതൊക്കെ ചെറിയ സ്രാവുകളാണ് എന്നുകൂടിയാണ് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ സമയത്ത്, ആണോ? തീർച്ചയായിട്ടും അത് തന്നെയായിരിക്കും. കാരണം ഈ ഷൈൻ ടോം ചാക്കോയെ ശ്രീനാഥ് ബാസി ഒന്നും വിചാരിച്ചുകൊണ്ടൊന്നും ഇതിനകത്ത് വലിയ രീതിയിൽ കച്ചവടം നടക്കത്തില്ല. ഇവരൊക്കെ ചിലപ്പോൾ കണ്ണികളായിരിക്കാം, പറയാൻ പറ്റില്ല. അപ്പൊ ഇവരുടെ ഒരു പേര്, ഈ തസ്ലീമ എന്ന് പറഞ്ഞ ലേഡിയെ ഇവരുടെ പേര് വിളിച്ചു പറയണമെങ്കിൽ തീർച്ചയായും ഇവർക്ക് സാധനം സപ്ലൈ ചെയ്തിട്ടുണ്ട്. ഈ തസ്ലീമ പല പ്രാവശ്യം ബാംഗ്ലൂരിൽ നിന്ന് സംഗതികൾ കൊണ്ടുവരുന്നു എന്ന് പറയാൻ അവരുടെ മൊഴിയുണ്ടല്ലോ. എന്താ ഇത്? ഞാൻ ചോദിക്കുന്ന അതല്ല, ഇവിടുത്തെ പോലീസും എക്സൈസും എന്തുകൊണ്ട് ഇത് പരിശോധിക്കുന്നില്ല? ഈ സിനിമാക്കാരെന്ന് പറയുമ്പോൾ എന്താ ഇവർക്ക് മുട്ടടിക്കുവാണോ? എനിക്കറിയാൻ മേലെ ചോദിക്കുകയാണ്. ലൊക്കേഷൻ കയറി പരിശോധിക്കണം. അതാണ് ഇവിടുത്തെ ഒന്ന് ദയവായി ഒന്ന് തുടരണം. സംസ്ഥാന സജി നന്ദിയാട്ട് കൂടി നമുക്കൊപ്പം ചേരുന്നു. ശ്രീ സജി നന്ദിയാട്ട്, ലഹരി വേട്ട നടക്കുമ്പോൾ അല്ലെങ്കിൽ അത്തരം ചില പരിശോധനകൾ നടക്കുമ്പോൾ സിനിമാ മേഖലയ്ക്ക് ബന്ധമില്ല എന്ന് ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു സിനിമാ മേഖലയിലെ പ്രമുഖരെല്ലാവരും. ഇപ്പോൾ ആലപ്പുഴയിൽ നിന്ന് ഒരു ഡ്രഗ് വേട്ട നടക്കുമ്പോൾ ശ്രീനാഥ് ബാസിക്കും ഷൈൻ ടോം ചാക്കോയ്ക്കും കഞ്ചാവ് കൈമാറി എന്ന് പിടിയിലായ യുവതി പറയുകയും അത് സ്ഥിരീകരിക്കുന്ന തെളിവുകൾ എക്സൈസിന്റെ കയ്യിൽ ലഭിക്കുകയും ചെയ്തിരിക്കുന്നു. സിനിമ ലഹരി മുക്തമല്ല, ഈ പരിശോധനകൾ കൃത്യമായി നടക്കാത്തതാണ് എന്നാണോ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും. ഇവിടെ ആരാ ഇതിനെ ഞങ്ങളാരും ഇതുവരെ ലഹരി സിനിമയിലൊന്നും ഞങ്ങളാരും പറഞ്ഞിട്ടില്ല. ഇതാരാ എന്താ ഇങ്ങനെ പറയുന്നത്? സിനിമയിലല്ല, എവിടെ ലഹരി ഉണ്ടെങ്കിൽ പിടിക്കണേ. ഈ ഷൈൻ ടോം ചാക്കോയ്ക്കും ഈ പറഞ്ഞ ഇവർക്കൊക്കെ എതിരെ പ്രശ്നങ്ങളുണ്ടെന്ന് ഞാൻ എത്രയോ ചാനലിൽ പറഞ്ഞിട്ടുണ്ട്. ഇവന്മാരെല്ലാം പിടിച്ച് അകത്തിട്ടോന്നേ. ഇവരെയൊന്നും വെറുതെ വിടരുത്, സംശയമായിരിക്കുന്നു. ഇവരൊന്നും അമ്മയിൽ അംഗത്വം ഇല്ല ഇവന്മാർക്ക് രണ്ടുപേർക്കും. ഇവര് തെറ്റ് ചെയ്താൽ ശിക്ഷിക്കപ്പെടണം. ഇവരൊന്നും മറ്റുള്ളവർക്ക് മാതൃക കാണിക്കേണ്ടവരല്ലേ? പക്ഷേ ഈ ലൊക്കേഷനുകളിൽ ഒരിക്കലും പരിശോധന നടക്കാറില്ല, അതെന്തുകൊണ്ടായിരിക്കും? ലൊക്കേഷൻ പരിശോധിക്കണമല്ലോ. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞല്ലോ, കഴിഞ്ഞ ആഴ്ചയിൽ ഞങ്ങൾ പറഞ്ഞല്ലോ ലൊക്കേഷൻ കയറി പരിശോധിക്കണമെന്ന്. ഞങ്ങൾക്ക് പ്രശ്നമില്ലല്ലോ. എന്താ പരിശോധിക്കാത്ത? പിടിക്കണമെന്ന് ഇവരെയൊക്കെ ലഹരി ഉപയോഗിക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കാതിരിക്കുന്നതാണോ ഞങ്ങളൊക്കെ? ഞങ്ങളൊന്നും അത്തരത്തിലുള്ളതല്ലല്ലോ. ഇവരെയൊക്കെ പിടിക്കണം, ശിക്ഷിക്കണം. ഇവരെല്ലാം ഈ ലഹരി ഉപയോഗിച്ച് ലൊക്കേഷൻ കാട്ടിക്കൊടുത്ത് എന്തൊക്കെയാണ് ഞങ്ങൾ പറഞ്ഞപ്പോൾ ഞാനാണ് ഏറ്റവും കൂടുതൽ പറഞ്ഞത്. അപ്പൊ എനിക്കെതിരായിരുന്നല്ലോ എല്ലാവരും ഇവിടെ വന്നത്. അപ്പൊ ഇവര് കാരണം ഷൂട്ടിങ് നടക്കുന്നുണ്ട്. ഈ വിഷയത്തിൽ സിനിമാ സംഘടനകളുടെ ഒക്കെ നിലപാട് പരിശോധനകൾക്കെതിരല്ലേ? പക്ഷേ എവിടെ ഏത് സിനിമാ നിർമ്മാതാക്കളോ ചേംബറോ ഒന്നും ഇന്നുവരെ പറഞ്ഞിട്ടില്ല പരിശോധിക്കണമെന്ന്. കഴിഞ്ഞ ആഴ്ചയിലും ഫിലിം ചേംബർ കേരള പ്രൊഡ്യൂസർ അസോസിയേഷൻ ജനറൽ സെക്രട്ടറി രാകേഷ് പ്രസ്താവന നിങ്ങൾക്കെല്ലാം കിട്ടിയിട്ടുണ്ടല്ലോ. ലൊക്കേഷൻ കയറി പരിശോധിക്കണമെന്നേ ഞങ്ങൾ പറഞ്ഞു. എത്രയോ കാലം ഞങ്ങൾ പറഞ്ഞു, ഇതിന് മുമ്പും പറഞ്ഞിട്ടില്ല. അപ്പൊ പിന്നെ ഈ ലൊക്കേഷനിൽ പരിശോധന നടക്കാത്തത് എന്തുകൊണ്ടായിരിക്കും? അതിന് തടസ്സം നിൽക്കുന്നത് ആരാണ്? തടസ്സം നിൽക്കുന്ന ആരുമല്ല. പരിശോധിക്കുന്ന എക്സൈസും പോലീസും ചെയ്യണമെന്നേ. ഇവരെല്ലാം പിടിച്ച് അകത്തിടണമെന്നേ. ഒറ്റ മിനിറ്റ് ശ്രീ ബൈജു കൊട്ടാരക്കര, ഇത് ആർക്കും തടസ്സമില്ല, ആരും തടയുന്നില്ലെങ്കിൽ പിന്നെ എക്സൈസിന് പരിശോധിക്കാൻ എന്താണ് ബുദ്ധിമുട്ട്? ഇതെല്ലാവരും ആവശ്യപ്പെടുന്നുണ്ട് എന്ന് ശ്രീ സജി നന്ദിയാട്ട് പറയുന്നുണ്ടല്ലോ. ശ്രീ ബൈജു കൊട്ടാരക്കര മറുപടി. അത് സജി നന്ദിയാട്ട് ഇപ്പൊ പറയുന്നതല്ലേ? സജി നന്ദിയാട്ട് പറയുന്നതിനകത്ത് ഒരു കാര്യം വസ്തുതയാണ്. ഇപ്പൊ അവരെ പരിശോധിക്കട്ടെ എന്ന് പറയുന്നത് നല്ല കാര്യം തന്നെ. പക്ഷേ ഇത് കഴിഞ്ഞ കാര്യമാണ് സജി നന്ദിയാട്ട് പറയുന്നത്. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇത് ഇങ്ങനെ ഒരു തീരുമാനം ഉണ്ടായിരുന്നു. ആ തീരുമാനം ഉണ്ടാക്കാൻ നേരം നിർമ്മാതാക്കളുടെ അസോസിയേഷൻ ഉൾപ്പെടെയാന്ന് പറഞ്ഞിരുന്നു.
ലൊക്കേഷനുകൾ കയറി പരിശോധിക്കാൻ പാടില്ല. അത് വേറെ ചില അല്ലല്ല ഫെഫ്കയാ പറഞ്ഞു ഫെഫ്ക പറഞ്ഞു. അന്ന് ഫെഫ്ക മാത്രം സജി എന്തേട്ടെ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ ഫെഫ്ക അത് പറഞ്ഞെങ്കിൽ നിങ്ങൾ ആ പറഞ്ഞ ആൾക്കാരെ പുറത്തിരുത്തണം. അതാണ് ചെയ്യേണ്ടത്. നിർമ്മാതാക്കൾ അസോസിയേഷൻ ചേംബറും കൂടി ഈ പറഞ്ഞവനെ ആ സെക്കൻഡ് പിടിച്ച് പുറത്തിരുത്തണം. അവന്റെ സിനിമ ഇനി എടുക്കില്ലെന്ന് തീരുമാനിക്കണം. അവന്റെ ലൊക്കേഷനുകളിലേക്ക് പോലീസിനെ പറഞ്ഞു വിടാൻ നിങ്ങൾ മുൻകൈ എടുക്കണം. അല്ലാതെ അവിടെ ഇവിടെ ഈ പറഞ്ഞ ആർട്ടിസ്റ്റുകൾ യുവമാർക്കെതിരെ എത്രയോ പരാതി വന്നിട്ടുണ്ട്. അതാണ് പറഞ്ഞത്. അതാ പറഞ്ഞു, ഈ പരാതികൾ വരുമ്പോൾ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വീണ്ടും അവരെ വെച്ച് സിനിമ ചെയ്യാമെന്ന് അങ്ങനെയുള്ള താന്തോന്നി സിനിമകൾ എന്തിന് നിങ്ങൾ റിലീസ് ചെയ്യാൻ വേണ്ടി സമ്മതിക്കുന്നു? എന്തിന് ചേംബറിന് അനുമതി കൊടുക്കുന്നു? എന്തിന് വിതരണക്കാരെടുക്കുന്നു? എന്തിന് തിയേറ്ററുകാരെടുക്കുന്നു? അവിടെ കൊണ്ട് നിർത്തണം. സിനിമയില്ലെങ്കിൽ അവൻ എവിടെ പോയി കഞ്ചാവ് വലിച്ച് ജീവിക്കട്ടെ, അല്ലെ MDMA അടിച്ച് ജീവിക്കട്ടെ. സിനിമയിൽ അത് വേണ്ട എന്ന് വെപ്പിക്കണം. അതിനുള്ള ചങ്കൂറ്റം നിർമ്മാതാക്കൾ കാണിക്കണം സജീവയായിട്ട്. അതാണ് വേണ്ടത്. അല്ലാതെ ചങ്കൂറ്റത്തിന്റെ പ്രശ്നം അല്ലത്. ഇവിടെ ഞങ്ങൾ എത്രയോ പ്രാവശ്യം പറഞ്ഞിരിക്കുന്നു ഈ ലൊക്കേഷനില്. ഇത് അല്ല, എല്ലാവരും പരിശോധന നടത്തണമെന്ന് പറയുന്നുണ്ടെങ്കിൽ പിന്നെ ആരാണ് അതിന് തടസ്സം നിൽക്കുന്നത് എന്നൊരു ചോദ്യമുണ്ടല്ലോ. പക്ഷെ എവിടെയും ലൊക്കേഷനുകളിൽ ലഹരി വേട്ട നടന്നതായിട്ടുള്ള വാർത്തകൾ പോലും പുറത്തു വരുന്നില്ല. ബൈജു കൊട്ടാരക്കരയും സജി നന്ദിയായിട്ടുമാണ് പ്രതികരിച്ചത്. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത വന്നത് ആലപ്പുഴയിൽ 2 കോടിയുടെ ഹൈബ്രിഡ് കഞ്ചാവുമായി പിടികൂടിയ യുവതി. വലിയ റാക്കറ്റ് ഇതിന് പിറകിലുണ്ട് എന്ന് തന്നെ വ്യക്തമായ അന്വേഷണ സംഘത്തിന് തെളിവ് കിട്ടിയിരിക്കുന്ന സാഹചര്യത്തിൽ സിനിമ മേഖലയിലുള്ള ശ്രീനാഥ് ബാസിയുടെയും ഷൈൻ ടോം ചാക്കോയുടെ പേര് തന്നെ എടുത്തു പറഞ്ഞിരിക്കുന്നു. അത് സ്ഥിരീകരിക്കുന്ന തെളിവുകൾ ഉണ്ടെന്ന് എക്സൈസ് വ്യക്തമാക്കുകയും